ഇന്ന് നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു DIY ആണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ പഴയ ഏതെങ്കിലും ഒരു ബുക്കിൻ്റെ കട്ടിയുള്ള ചട്ടയാണ് എടുത്തിട്ടുള്ളത്. കട്ടിയുള്ള ഏത് ബുക്കിൻ്റെ ചട്ട വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇനി ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ കാർഡ്ബോർഡോ ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് മുകളിൽ നമ്മൾ ഒരു 3 കോട്ട് അക്രിലിക് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് ഈദ് മുബാറക്ക് എന്ന് പെൻസിലും കൊണ്ട് എഴുതിയെടുത്തിട്ടുണ്ട്. നമുക്ക് എന്താണോ എഴുതേണ്ടതെങ്കിൽ അത് പെൻസിൽ വെച്ചൊന്ന് ജസ്റ്റ് ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കുക. ഇത് ഞാൻ ഫ്രെയിം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് തന്നെ ബാക്ക് അത്രയും ഫിനിഷിംഗ് ആക്കി കൊടുത്തിട്ടില്ല. നിങ്ങൾ ഫ്രെയിം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ബാക്ക് നന്നായിട്ട് ഫിനിഷിംഗ് ആക്കി കൊടുക്കണം. ഇനി നമ്മൾ ഫസ്റ്റ് പെൻസിൽ വെച്ചിട്ട് ഡ്രോ ചെയ്തിട്ടില്ലേ, അതിന് മുകളിലൂടെ ഒന്ന് പെയിൻറ്റ് മാർക്കർ വെച്ചിട്ട് ഡ്രോ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി പെയിൻറ്റ് മാർക്കർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്രിലിക് യൂസ് ചെയ്തിട്ട് ഡ്രോ ചെയ്തെടുക്കാം. ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്. ഗോൾഡൻ കളറിലുള്ള പെയിൻറ്റ് മാർക്കറാണ്. ഇത് നമുക്ക് ഏത് സർഫസിൽ വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ഓയിൽ ബേസ്ഡ് ആണ് ഇതുള്ളത്. ഇതിൻ്റെ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യണം. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ആ ടിപ്പിൽ പിടിച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് കളർ വരുള്ളൂ. എന്നിട്ട് നമ്മൾ ബ്രഷ് വെച്ചിട്ട് നമ്മൾ കളർ അപ്ലൈ ചെയ്യില്ലേ, അതുപോലെ തന്നെ ഇങ്ങനെ നമ്മൾ വന്നിട്ടുള്ള ആ കളർ വെച്ചിട്ട് ഇങ്ങനെ കളർ ചെയ്യുക. സാധാരണ മാർക്കർ പോലെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ കളർ വരുന്നില്ല. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രമേ കളർ വരുന്നുള്ളൂ. ഇത് ഫെവിക്രിലിൻ്റെ 3D ഔട്ട്ലൈനറാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ താഴ്ഭാഗത്തൊക്കെ എഴുതി കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ താഴ്ഭാഗത്തൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ടുള്ള കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഫ്ലവർ നമ്മൾ സാധാരണ കളർ പേപ്പറിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എംബോസിങ് പാഡിൽ വെച്ചിട്ട് ഒന്ന് എംബോസ് ചെയ്തെടുക്കുകയാണ്. ജസ്റ്റ് ഇങ്ങനെ ഈ ടൂൾ ഉപയോഗിച്ചിട്ട്, ഇനി ഈ ടൂളില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മഷിയൊക്കെ തീർന്നിട്ടുള്ള പെന്നൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഡ്രോ ചെയ്ത് കൊടുത്താൽ നമുക്കിതൊന്ന് എംബോസ് ആയി കിട്ടും. കാരണം നല്ല ഫ്ലാറ്റ് ആയിട്ടല്ലേ നമ്മളെ ഫ്ലവർ ഉള്ളത്. അപ്പോൾ അതിനൊന്ന് നമ്മൾ ജസ്റ്റ് ഒരു ഒറിജിനാലിറ്റി തോന്നിക്കാൻ വേണ്ടിയിട്ടൊന്ന് എംബോസ് ചെയ്തെടുക്കുകയാണ്. എംബോസിങ് പാഡിന് അത്യാവശ്യം നല്ല റേറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ കയ്യിലൊക്കെ വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കയ്യിൽ നമ്മൾ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കയ്യിന് ഇങ്ങനെ പെയിൻ ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ തന്നെ DIY ആയിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് ഈ ഒരു പാഡ്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആകെ 25 രൂപ ചിലവായിട്ടുള്ളൂ. ഞാൻ ഈ എംബോസിങ് പാഡ് ഉണ്ടാക്കിയപ്പം എൻ്റെ ഒരു ഐഡിയ വെച്ച് തയ്യാറാക്കിയതുകൊണ്ട് തന്നെ ഇത് വർക്കാവും എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും എടുക്കാതിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ വീഡിയോ തയ്യാറാക്കിയിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരാം. ഇനി നമ്മൾ താഴ്ഭാഗത്തൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചൂട്ടിൻ്റെ ത്രെഡാണ് ചുറ്റി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ത്രെഡ് ചുറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഈ തുടങ്ങുന്ന ഈ ഒരു ഭാഗത്ത് നമ്മൾ ക്രോസ് ആയിട്ടാണ് ചുറ്റിയിട്ടുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ ഫ്ലവേഴ്സ് വെക്കാൻ ഉദ്ദേശിക്കുന്നതുകൊണ്ട് അവിടെ നിന്ന് ചുരുങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചുറ്റിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇഷ്ടമുള്ള പോലെ നമ്മൾ ചെയ്തെടുത്തുള്ള ഫ്ലവേഴ്സും ലീവ്സൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക. ഇതുപോലെ തന്നെ നമ്മൾ മുകൾ ഭാഗത്തൊന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എൻ്റെ കയ്യിലുള്ള പഞ്ച് വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ഫ്ലവർ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാം. ഇനി നമ്മൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് ഗ്ലിറ്റേഴ്സും കൂടെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ മിക്സായിട്ട് വരുന്ന കേട്ടോ. കുറച്ച് സ്റ്റാറും അതേപോലെ ഡോട്ട് ഗ്ലിറ്റേഴ്സും ഒക്കെ കൂടെ മിക്സായിട്ട് വരുന്ന ഗ്ലിറ്റേഴ്സാണ്. വർക്കെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിൻ്റെ പുറത്ത് കൂടെ ഫെവിക്കോൾ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വർക്കൊക്കെ ഒന്ന് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങളുടെ ഡൗട്ട്സും അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. താങ്ക്